ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കഥ ഇച്ചിരി നീണ്ട കഥയാണ്. ചില പെണ്ണുങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചില ജീവിത പോരാട്ട കഥയാണ്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ ആലോചിച്ച് കല്യാണം കഴിച്ച് ആ കുടുംബം നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നു. ആ പെണ്ണും ചെക്കനും കല്യാണം കഴിച്ച പെണ്ണും ചെക്കനും നല്ല രീതിയിൽ ജീവിക്കുന്നു. അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടായി. ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ പെണ്ണിനെയും കുട്ടികളെയും ഇട്ടിട്ട് ഒരു ദിവസം കൊണ്ട് ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞാൽ വേണ്ട എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് പോയി. അതിന് അവരുടെ വീട്ടുകാരെല്ലാം സപ്പോർട്ടായിരിക്കും. അവരുടെ ആ കുടുംബത്തിൽ എത്ര കുടുംബക്കാരാണെന്നറിയാമോ അതിന് സപ്പോർട്ടാകുന്നത്. ഈ ഒരു ഇത്രയും ജീവനുകളെ ഇട്ടുകൊണ്ട് പോകുന്നതിന് എല്ലാവരും സപ്പോർട്ടായിരിക്കും. അപ്പം ആ പെണ്ണെന്ന് പറഞ്ഞ സ്ത്രീ, കുട്ടികളുടെ അമ്മയ്ക്ക് വരുന്ന പേര് പല പേരുകളാണ്. അഹങ്കാരിയാണ്, തൻ്റെടിയാണ്, ചീത്ത വിളിക്കുന്നവളാണ്, വഴക്കുണ്ടാക്കുന്നവളാണ്, സമാധാനം കൊടുക്കാത്തവളാണെന്നുള്ളൊരു ചീത്തപ്പേരും ആ കൂട്ടത്തിൽ കാണും. അങ്ങനെ ആ ഒരു പേറി ജീവിത പോരാട്ടത്തിൽ കഷ്ടപ്പെട്ട് ആ പിഞ്ചു കുഞ്ഞുങ്ങളെ വളർത്തി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസം അല്ലെങ്കിൽ ഒരു 10 മാസം, ഒരു വർഷം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ നിന്ന്, അതായത് ഇട്ടിട്ട് പോയ പയ്യൻ്റെ വീട്ടിൽ നിന്ന് ഒന്നിനും കൊള്ളാത്ത കുടുംബം നശിപ്പിക്കുന്ന 2 വ്യക്തികൾ വന്ന് പറയും, നീ വിഷമിക്കരുത്, നീ ചാകരുത്, നീ ഒരിക്കലും മരണത്തിലൂടെ നീങ്ങരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൾ അതിശക്തമായിട്ട് തിരിഞ്ഞു നിന്ന് ചോദിക്കും, എന്ത് പറ്റി? നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്നെ കെട്ടിയ ഒരുത്തന് വേറൊരുത്തിയെ കൊണ്ടുപോയോ എന്ന് ചോദിക്കുമ്പം അവർ ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും. അതായത് അയാളുടെ വീട്ടിൽ നിന്ന് വന്നവർ ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും. ഇവിടെ അതിലും നല്ലതായിട്ട് ഈ 8 മാസം കൊണ്ട് 6 മാസം കൊണ്ട് നല്ല ബലത്തിൽ ആ കുട്ടികളെ വളർത്താനുള്ള ശക്തിക്ക് ജീവിക്കുമായിരിക്കും ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ. അപ്പം അത് നിനക്കെങ്ങനെ മനസ്സിലായി എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ നമ്മൾ നിന്ന് പറയും, ഈ ഇത്രയും കാലഘട്ടം അയാൾ നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, വേറൊരു അഫെയർ കാണും, വേറൊരു ജീവിതത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക എന്ന് ഉള്ളൊരു തോന്നലിലായിരിക്കുമല്ലോ ഇട്ടിട്ട് പോയത്. നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ കേസായി, വഴക്കായി, പ്രശ്നമായി. എന്നാലും ഒരു പ്രതീക്ഷയും ഇല്ലാതെ എനിക്ക് സ്വന്തം കഴിവുണ്ട്, ജോലി ചെയ്യാൻ നിൽക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടെന്നുള്ള ഒരു ധൈര്യത്തിൽ അവൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതും അവർക്ക് സഹിക്കാൻ പറ്റാതെ ഇവളെ എങ്ങനെ തകർക്കണമെന്നുള്ള രീതിയിൽ ആ വീട്ടുകാർ, ആ കുടുംബം മുഴുവനും ചേർന്ന് അവളെ നശിപ്പിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിന്നാലും അവരുടെ മുമ്പിൽ വിജയിച്ച് നിൽക്കുന്ന ആ ഒരു ചങ്കൂറ്റം ഉണ്ടല്ലോ, അതിനുശേഷം അവൾക്ക് കിട്ടുന്ന ധൈര്യം, ആ ഒരു ധൈര്യത്തിൽ ഏതൊരു ആണുങ്ങളാണെങ്കിലും എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഒന്ന് പകച്ചു പോകും. കാരണം ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ആ സ്ത്രീകൾക്ക് ആ ഒരു അനുഭവം എത്ര കാഠിന്യമായതെന്നും ആ ഒരു വേദന, ആ ഒരു സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരവസ്ഥ, അവൾക്ക് ആരും ഒരു കൈത്താങ്ങൽ കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി, ആ ഒരു സ്ഥിതിയിൽ കൂടെ ഒരു സ്ത്രീ കടന്നു പോകുമ്പോൾ സമൂഹം അവളെ നോക്കി ചിരിക്കും, പരിഹസിക്കും. അതൊന്നും നോക്കാതെ, അതൊന്നും ചെവി കൊള്ളാതെ മുന്നോട്ട് നീങ്ങി ഒറ്റയ്ക്ക് ഒരു തൻ്റെ ഇടത്തോടെ ജീവിക്കാൻ പഠിക്കുന്ന അവളുടെ മുമ്പിൽ പിന്നെ ഒരു ദിവസം വന്ന് ചോദിക്കും, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന്. അന്നേരം അവൾ സ്വീകരിക്കാൻ ഇച്ചിരി മടിക്കും. അല്ലെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി അവൾ ജീവിക്കാം എന്നുള്ളൊരു താരതമ്യത്തിൽ വരുമ്പോൾ പിന്നെയും അവർ കാണിക്കുന്ന തെറ്റുകൾ പലതുമായിരിക്കും. അവിടെ അവളെ തോൽപ്പിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അന്നേരമാണ് അവർ പരാജയപ്പെട്ടു പോകുന്നത്. എൻ്റെ കഥ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ. മറ്റൊരു കഥയുമായിട്ട് ഞാൻ വീണ്ടും കാണാം.